ഒരു പറമ്പാണ് കേട്ടോ. പറമ്പിനകത്ത് കംപ്ലീറ്റ് ഐസ് പിടിച്ചിടും. ഹിമാചൽ ഡ്രസ്സ് ഏറി മേളിലോട്ടത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമ്മുടെ ഹിമാചലിലല്ലാതെ. രാവിലെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ രാവിലെ നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. താഴെ നമുക്ക് പുഴയുടെ ദൂരം, പുഴയിലൊക്കെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവുമല്ലേ. എന്നാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അപ്പം നടക്കാൻ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. നമ്മൾ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. നമുക്കൊരു ചെറിയ ഭ്രാന്തുള്ളുണ്ട്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുള്ള ഭ്രാന്ത്, രാവിലെ എഴുന്നേക്കണമെന്നുള്ളൊരു ഭ്രാന്തുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റതാണ്. 1-2 വണ്ടികൾ പോകുന്നുണ്ട്, അതല്ലാതെ ആരുമില്ല. നമ്മൾ താഴെ വരെ എന്തായാലും നടക്കാമെന്ന് പറഞ്ഞിട്ടിറങ്ങിയത് നല്ലേ. നടക്കും, തിരിച്ച് കയറുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. തിരിച്ച് ഫുള്ള് കയറ്റമാണ്. ഇന്നലെ നമ്മൾ വന്ന വഴിയാണ്, കയറ്റമാണ്, കംപ്ലീറ്റ് കയറ്റമാണ്. അവിടെ തൊട്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് കയറ്റമാണ്. അവിടെയൊക്കെ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ സൈഡിൽ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ആ സൈഡിൽ ഇതേ ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വയ്യാട്ടാ. എവിടെ താഴെയൊക്കെ വീണ്ടെടുപ്പുണ്ട്. ഇതിന് ചുറ്റും മഞ്ഞ് വീണ് കിടക്കുന്നു. നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഓരോ വഴിക്കും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇവിടെ മഞ്ഞ് കിടപ്പുണ്ട്, എല്ലായിടത്തും കിടപ്പുണ്ട് കേട്ടോ മഞ്ഞ്. എല്ലാ സ്ഥലത്തും കിടപ്പുണ്ട് കേട്ടോ. മതി ഒതുങ്ങി കൊടുക്കും വണ്ടി മഞ്ഞ് പല സ്ഥലത്തും കിടപ്പുണ്ട്. നമുക്കൊരു പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ഞ് കാണുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മളെ കൂടെ ഒരാൾ വരുന്നുണ്ട്. തൻ്റെ നോക്കി, ഭയങ്കര സൈസാണ്, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടെ വരും. നോക്കിയാൽ നമ്മളെ പിറകെ വരുന്നുണ്ട്. ഐസ് പിടിച്ചിറങ്ങുന്നു. ഒരു പറമ്പാണ് കേട്ടോ. പറമ്പിനകത്ത് കംപ്ലീറ്റ് ഐസ് പിടിച്ചിറങ്ങും. എടുക്ക്, കൈ എടുത്ത് ചിലപ്പം ഇതാവും, പൊട്ടിക്കുന്ന. തണുപ്പ് കുറവാണോ? അങ്ങോട്ട് ക്ലൈമറ്റ് നിൽക്കുന്നോണ്ടേ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാത്തതാണ്. ആയിരിക്കില്ല, അത് തന്നെ കൈ കൊള്ളുന്ന. ഇങ്ങനെ നമ്മൾ മോമോസ് കഴിച്ച സ്ഥലം എത്തിയാട്ടോ. മോമോസ് ഇവിടെ നിന്ന് പെട്ടിക്കടയിൽ നിന്ന്. അത് നോക്കിയേ, അങ്ങോട്ട് ഇറങ്ങി നോക്കാം. എൻ്റെ പൊന്നെ, പറയിലെല്ലാം ഐസ് പിടിച്ചിറങ്ങി. കൈ മാറ്റി കയ്യറ ഇട്ടിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൈയുടെ ടച്ച് വർക്ക് ചെയ്യത്തില്ല. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞു. റിവറിൻ്റെ അവിടെ എത്തിയാട്ടാ. അടുത്തൊരു കാഴ്ച കാണിച്ചു തരാം. ഈ സൈഡിലുണ്ട്. അത് നോക്കിയേ, ഉഗ്രം വ്യൂ. രക്ഷയില്ല മക്കളെ, രക്ഷയില്ല. അതിന് വെയിലടിക്കുമ്പോൾ എല്ലാം ഉരുവി താഴെ ഇറങ്ങും കേട്ടാ. എല്ലായിടത്തും മഞ്ഞുണ്ട്.
ടെമ്പിളിൽ പോവാണ് കേട്ടോ. നമ്മൾ ഹിഡുംബ ദേവി ടെമ്പിളിൽ പോവാണ്. ഹിഡുംബയല്ലേ? ഹിഡുംബ 500 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. നടക്കാൻ വയ്യ, കയറ്റം കയറാൻ വയ്യ കേട്ടോ. 10 സ്റ്റെപ്പ് കയറിക്കാണുള്ളൂ കിതയ്ക്കുന്നു. മഞ്ഞിൻ്റെ ശ്വാസം വിട്ടു. നമ്മൾ ടെമ്പിളിൻ്റെ ബോർഡ് കണ്ടു. വെള്ളോട്ട് നടന്നു നോക്കാം. ഫോറസ്റ്റ് ലോഡ്ജൊക്കെ അവൈലബിൾ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര മീറ്റർ കാണിക്കുന്നു നമ്മുടെ മാപ്പിൽ? ശരിയേട്ടാ, തണുപ്പെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ ചോക്കണം. നോക്കാം. ഹിഡുംബ ദേവി ടെമ്പിൾ. ഹിഡുംബയാണോ ഹൈഡുംബ? ജയ് മാതാ ഹിഡുംബ ദേവി ടെമ്പിൾ. ഇപ്പം നമ്മൾ രാവിലെ തന്നെ എന്നിട്ട് ടെമ്പിളിലോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ രാവിലെ സ്നോഫോളൊക്കെ കണ്ടു. സ്നോഫോളല്ല, അതിനെന്താ പറയുക, ഗ്ലേസിയർ എന്ന് പറയും. ഗ്ലേസിയർ കണ്ടു. ഗ്ലേസിയർ കണ്ടിട്ട് നമ്മളിങ്ങനെ മെല്ലെ നടന്ന് ഇവിടെ വന്നു. അവിടെ നിന്ന് 500 മീറ്ററേ ഉള്ളൂ. നമ്മളെ 1.5 കിലോമീറ്റർ. നമ്മൾ നടന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ 500 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ എന്തായാലും 500 മീറ്ററേ ഉള്ളൂ. അവൻ നടന്നിങ്ങ് ഇറങ്ങി. പല പോയിൻ്റ് ഓഫ് ആംഗിളിൽ നിന്ന് ഹിഡുംബ ദേവി ടെമ്പിളിനെ കാണാൻ കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വീണ് കിടക്കുന്നുണ്ടാവും. നല്ല രസമായിരിക്കും കാണാൻ. നമ്മളതൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയൊരു ആ കിടക്കുന്നതെല്ലാം മഞ്ഞാണ്. കോരിക്കോരി. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് വീണതാണെന്ന് തോന്നുന്നു, ഉറച്ചു പോയി. ടെമ്പിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. മൂപ്പ് എന്ന് പറയുന്നു, എന്താണെന്ന് അറിഞ്ഞൂടാ. വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം. സ്മെല്ലൊക്കെ കറക്റ്റ് തന്നെ, സാധനം കാണാനും കറക്റ്റ് തന്നെ. ഷിംലയിൽ സ്മെല്ല് ചെയ്തപ്പോൾ 100 ഗ്രാം ഒരു 1 ഗ്രാം 600 ആണ് പറഞ്ഞത്. ഇവിടെ 5 ഗ്രാമിന് 200 രൂപ. 1 ഗ്രാം 40 രൂപ. 1 ഗ്രാം 40 രൂപ. കുങ്കുമത്ത് ദൈവത്തിന് അറിയാം. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. സ്മെല്ല് കളറും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ മുതലാവുന്നോ? ഇതിങ്ങനെ തീക്കുന്നുണ്ട്. ഇതിങ്ങനെ കേട്ടോ. ഹിമാചൽ ഡ്രസ്സ് അപ്പം നമ്മൾ ഹിഡുംബ ദേവി ടെമ്പിളിലവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് കേട്ടോ. ഹിഡുംബ ദേവി ടെമ്പിളിൻ്റെ അവിടെ വന്നേണേ. കുറച്ചൊരു ഐസി കൂടെ നടക്കാതെ വിചാരിച്ച് അല്ലേ. വഴുക്കും കേട്ടോ, നല്ലപോലെ വഴുക്കും. ഇവിടെ മൊത്തം ഐസ് കൊണ്ട് കിടക്കുക. വണ്ടി പാർക്ക് ചെയ്ത് ഈ വണ്ടിയൊക്കെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്തോ. ആ വണ്ടിയൊക്കെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണേ. അവിടെ നിന്ന് വിട്ട് ഞാൻ നേരത്തെ ഇങ്ങനെ താഴെ എത്തുമല്ലോ. ഇവിടെ കംപ്ലീറ്റ് ഐസ് കൊണ്ട് കിടക്കുക. ചരക്കല്ലേ നോക്കണേ, ശ്രദ്ധിച്ച്. നടുക്ക് മാത്രം ഇച്ചിരി ഗ്യാപ്പുണ്ട്, എന്നാലും ആ വണ്ടിയൊക്കെ പെട്ടിരിക്കുകയാണ്.
അതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നു. ആ വണ്ടിയൊക്കെ പെട്ട് നിൽക്കുകയാണ്. അതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വണ്ടി, ആ 2 വണ്ടികളെ ദാവയിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആലു പൊറോട്ട തന്നെ, ഗോബി പൊറോട്ട. നമ്മളെ തട്ടുകട പോലത്തെ ഒരു ധാബയാണ്. പക്ഷേ സാധനം ഫുഡെല്ലാം കൊള്ളാം. നമ്മളൊരു ആലു പൊറോട്ട ഗോബി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗോബി പൊറോട്ട ചട്നി ഭയങ്കര സ്പൈസിയാണ്. ചട്നി ഭയങ്കര സ്പൈസിയാണ്. പക്ഷേ അത് യാക്ക് പോകണം. യാക്ക് നിൽപ്പുണ്ട് കേട്ടോ. മുടിയൊക്കെ ഈരി സുന്ദരനായിട്ട് നിൽപ്പുണ്ട്. മണാലി കാഴ്ച. അതിൻ്റെ ഇടയ്ക്കുള്ള മലയിൽ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർ താമസമില്ലാത്തടത്താണ് കൂടുതൽ മഞ്ഞ് വീഴുന്നത്. നദിയാണ്. ബിയാസ് നദിയുടെ കരയിൽ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുക. ഓക്കെ, ഈ സൈഡിലും ആ സൈഡിലും അകലെയും എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എനിക്കൊരു ഫോട്ടോ വേണം. അടുത്തതായി നമ്മൾ രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നു സ്നോമാൻ. സ്നോമാൻ. സ്നോമാൻ